ഹായ് ഹലോ, ഞാൻ അൽഫിയ ബഷീർ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിത്യജീവിതത്തിലെ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫിനെ പറ്റിയാണ്. ഇത് PSC ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. കാരണം PSC കെമിസ്ട്രിയിലെ എല്ലാ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നല്ല 1-2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കിന് ഒരു 10-30 ക്വസ്റ്റ്യൻസ് മനഃപ്പാഠമാക്കിയിട്ട് പോവാം. അപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ്, പ്ലാസ്റ്റിക്, ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് എളുപ്പം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. അപ്പൊ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റ് സെക്ഷനിൽ പറയുക. ഫസ്റ്റ് വീഡിയോ സപ്പോർട്ട് ചെയ്തതുപോലെ ഇതും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏത്? ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം എന്ത്? ഈ ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കൗഡങ് പോലുള്ള ചാണകത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ബയോഗ്യാസ് ആണ് ഈ ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത്. കൗഡങ്ങിൽ നിന്നുണ്ടാക്കുന്ന ബയോഗ്യാസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥെയിൻ ആണ്. ഏതാണ്? മീഥെയിൻ. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? മീഥെയിൻ ആണ്. ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗഡങ് നിന്നുണ്ടാകുന്ന ബയോഗ്യാസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? LPG എന്ന് പറഞ്ഞാൽ എന്താ? LPG നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന LPG എന്ന് കേട്ടിട്ടില്ലേ? എന്ത് LPGയുടെ ഫുൾ ഫോം? LPGയുടെ ഫുൾ ഫോമും PSCക്ക് ചോദിക്കാറുണ്ട്. എന്താ LPGയുടെ ഫുൾ ഫോം എന്താണ്? LPGയുടെ ഫുൾ ഫോം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. LPGയുടെ ഫുൾ ഫോം എന്താണ്? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്നൊന്നും എഴുതി വെച്ചേക്കില്ല. അത് ഓപ്ഷൻ ആണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ഓക്കെ, ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ പ്രധാന ഘടകം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബ്യൂട്ടൈൻ ദ്രവീകരിച്ചിട്ടാണ് LPG ഉണ്ടാക്കുന്നത്. ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഇത് ദ്രവീകരിച്ചാണ് എന്ത് ചെയ്യുന്നത്? LPG ഉണ്ടാക്കുന്നത്. അപ്പം LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? ബ്യൂട്ടൈൻ ആയിരിക്കും. ഓക്കെ, ബ്യൂട്ടൈൻ ദ്രവീകരിച്ചാണ് എന്തുണ്ടാക്കുന്നത്? LPG ഉണ്ടാക്കുന്നത്. അപ്പൊ LPGയുടെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. കൗഡങ്ങിലെ എന്തായിരുന്നു? കൗഡങ്ങിലെ മീഥെയിൻ ആണ്. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം എന്താ? ഈ ദ്രവീകൃത പെട്രോളിയം LPG തന്നെ. LPGയുടെ മലയാളമാണ് ദ്രവീകൃത പെട്രോളിയം. മനസ്സിലായി? ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇതും ചോദിച്ചിട്ടുണ്ട്. PYക്ക് വേണം. ദ്രവീകൃത പെട്രോളിയം എന്ന് കാണുമ്പോൾ എന്താണെന്ന് അന്തം വിട്ട് നിൽക്കരുത്. ദ്രവീകൃത പെട്രോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? LPG തന്നെയാണ്. അതിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, അപ്പൊ കൗഡങ്ങിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? മീഥെയിൻ ആണ്. LPGയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാക്കുന്ന ലവണം. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാക്കുന്ന ലവണത്തിന് പറയുന്ന പേരാണ് സോപ്പ്. എന്താണ്? സോപ്പ്. എണ്ണയോ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സോപ്പ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചുണ്ടാക്കുന്ന ലവണത്തിന് പറയുന്ന പേരെന്താണ്? സോപ്പ്. നമുക്കൊന്ന് എഴുതാം. എണ്ണയോ കൊഴുപ്പോ എന്ന് പറയുമ്പോൾ ഓയിൽ ഓർ ഫാറ്റ്. ഒരു ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചുണ്ടാക്കുന്ന ലവണത്തിന് നമ്മൾ പറയുന്ന പേരാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സോപ്പ്. ഈ സോപ്പിന്റെ കൂടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഗ്ലിസറിൻ ഉണ്ടാവാറുണ്ട്. ഗ്ലിസറിനോ അല്ലെങ്കിൽ ഗ്ലിസറോളിനോ ഓപ്ഷനിൽ കാണാം. ഗ്ലിസറിൻ അല്ലെങ്കിൽ ഗ്ലിസറോൾ ഉണ്ടാവാറുണ്ട്. ഈ സോപ്പിന്റെ കൂടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവാറുണ്ട്? ഗ്ലിസറിനും ഉണ്ടാവാറുണ്ട്. ഗ്ലിസറിൻ. ഓക്കെ, അപ്പൊ എണ്ണയോ സോപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന് നമ്മൾ പറയുന്ന പേരാണ് സോപ്പ്. സോപ്പിന്റെ കൂടെ ബൈ പ്രോഡക്റ്റ് മലയാളം ഉപോൽപ്പന്നം എന്ന് പറയും. അപ്പൊ അത് എക്സാമിന് ചോദിക്കാറുണ്ട്. സോപ്പിന്റെ ഉപോൽപ്പന്നമായിട്ട് ഉണ്ടാവുന്നത് എന്താണെന്ന് അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഈ സോപ്പ് ഉണ്ടാക്കുന്ന ഈ പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ. എന്താണ്? സാപ്പോണിഫിക്കേഷൻ. അതും എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്. സാപ്പോണിഫിക്കേഷൻ. അപ്പൊ സോപ്പിനെ പറ്റി നമ്മൾ എന്തെല്ലാം പഠിച്ചു? എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി ചേർന്നുണ്ടാവുന്ന ലവണത്തിന് പറയുന്ന പേരാണ് സോപ്പ്. സോപ്പിന്റെ ബൈ പ്രോഡക്റ്റ് എന്താ അല്ലെങ്കിൽ ഉപോൽപ്പന്നം എന്താണ്? ഗ്ലിസറിന്. സോപ്പ് ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? സാപ്പോണിഫിക്കേഷൻ. 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആയ സോപ്പിൽ നിന്ന്? എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയിൽ നിന്ന് ഉണ്ടാവുന്ന ലവണമാണ് സോപ്പ്. സോപ്പിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഗ്ലിസറിന്. ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നോക്കിക്കേ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന് പറയുന്ന പേരെന്താണ്?
സോപ്പ്. ഓപ്ഷൻ സി സോപ്പ് ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിന് കൂടെ നമുക്ക് എന്ത് ഗ്ലിസറിനൂടെ കിട്ടും ഇല്ലേ? അപ്പൊ ഈ ഗ്ലിസറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ സോപ്പിനെ എടുക്കണ്ടേ? ഈ സോപ്പിനെ ഗ്ലിസറിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്നാ ചോദിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്താൽ മതി എന്ന് ഓർത്താൽ മതി. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ് അല്ലെ? ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ? സോൾട്ട്. സോൾട്ടിന്റെ കെമിക്കൽ ഫോമിൽ സോഡിയം ക്ലോറൈഡ് അല്ലേ? അപ്പൊ ഉപ്പ് ആഡ് ചെയ്താൽ ഗ്ലിസറിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റുമെന്ന് ഓർത്താൽ മതി. സോപ്പും ഗ്ലിസറിനും വരുമ്പോൾ സോപ്പിന്റെ കൂടെ ഉപ്പ് ആഡ് ചെയ്താൽ നമുക്ക് ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കാം. അങ്ങനെ ഓർത്താൽ മതി. അപ്പം ഉപ്പിന്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഇതിന്റെ അകത്ത് ഏത് നമ്മുടെ ഓപ്ഷൻ വരുന്നത്? സോഡിയം ക്ലോറൈഡ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എന്താണ്? ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ. നോക്കിക്കേ, ഇവിടെ എന്താണ്? നമ്മൾ ഈ ഗ്ലിസറിനെ വേർതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ഇനി ഈ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന പ്രോസസ് എന്തുവാന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിനെ നമ്മൾ സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നത്. സോൾട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സോൾട്ടിങ് ഔട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻ ആയേ. 6 ക്വസ്റ്റ്യൻ ആയി. സോപ്പിൽ നിന്ന് എന്തൊക്കെയാ? ഓയിലോ എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയുമായി ചേർന്നുണ്ടാവുന്ന ലവണമാണ് സോപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, സോപ്പിന്റെ ഉപോൽപ്പന്നം എന്താണ്? ഗ്ലിസറിൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോപ്പ് ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? സാപ്പോണിഫിക്കേഷൻ. തേർഡ് ക്വസ്റ്റ്യൻ ആയി. സോപ്പിനെ ഗ്ലിസറിൽ നിന്ന് വേർതിരിക്കാൻ നമ്മൾ ഏതാണ് ആഡ് ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് സോൾട്ടിങ് ഔട്ട്. ഓക്കെ, സോപ്പിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുത്തോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നോക്കിക്കേ, ബാത്തിങ് സോപ്പ്. നമ്മൾ കുളിക്കുന്ന സോപ്പ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. പൊട്ടാസ്യം സംയുക്തം എന്നും ചോദിക്കാം. പിന്നെന്താ ചോദിക്കുന്നത്? രാസസംയുക്തം എന്നും ചോദിക്കാം. പൊട്ടാസ്യം സംയുക്തം എന്നും ചോദിക്കാം, രാസസംയുക്തം എന്നും ചോദിക്കാം. ബാത്തിങ് സോപ്പിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് പൊട്ടാസ്യം അങ്ങനെ ഓർത്താൽ മതി. ബാത്തിങ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം കുളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുളിക്കുന്ന സോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാസസംയുക്തം ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കെ വെച്ച് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇനി വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന, നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിൽ ഉപയോഗിക്കുന്ന രാസസംയുക്തം ഏതാണ്? അതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. NaOH. അപ്പം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എവിടെയാണ്? ബാത്തിങ്ങിനും. വാഷിങ്ങിനും സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പം ബാത്തിങ് പൊട്ടാസ്യവും വാഷിംഗ് സോഡിയം എന്ന് ഓർത്താൽ മതി. ബാത്തിങ് പൊട്ടാസ്യം ഓർക്കാൻ വേണ്ടി പറയുവാണ്. ബാത്തിങ് പൊട്ടാസ്യവും വാഷിംഗ് സോഡിയവും. പൊട്ടാസ്യം കുളിക്കാനും പോയി, സോഡിയം നനയ്ക്കാനും പോയി എന്നങ്ങ് ഓർത്താൽ മതി. അപ്പൊ ബാത്തിങ് സോപ്പിൽ ഉപയോഗിക്കുന്ന എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം കുളിക്കാനും പോയി, സോഡിയം നനയ്ക്കാനും പോയി. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. ഒന്നുകൂടെ നോക്കിക്കേ. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പില് 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. എന്താ TFM എന്ന് പറഞ്ഞാൽ? TFM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ ആണ്. എന്താണ്? ടോട്ടൽ ഫാറ്റി മാറ്റർ. എന്ത് ഈ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെ ബാക്കില് TFM എന്ന് കാണും. അതായത് ആ സോപ്പിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഒരു ഘടകമാണ് ആ ഫാറ്റി ആസിഡിന്റെ കണ്ടന്റ്. അതിനെ നമ്മൾ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ സോപ്പിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകമാണ് TFM അല്ലെങ്കിൽ ടോട്ടൽ ഫാറ്റി മാറ്റർ. അപ്പൊ എല്ലാത്തിനും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ സോപ്പിനും ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ഉണ്ട്. ഈ ഫസ്റ്റ് ഗ്രേഡ് സോപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് 75% മുകളിലായിരിക്കും TFM. മനസ്സിലായോ? TFM 76% മുകളിലായിരിക്കും എന്തെന്ന് പറഞ്ഞു? ഫസ്റ്റ് ഗ്രേഡ് സോപ്പിന്റെ TFM. നമ്മൾ കുളിക്കുന്ന സോപ്പിന്റെ ബാക്കിൽ നോക്കിയാൽ മതി, കവറിന്റെ ബാക്കിൽ നോക്കിയാൽ മതി TFM എത്രയാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും ഏത് ഗ്രേഡ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗ്രേഡ് സോപ്പിന്റെ എന്താണ് TFM എന്ന് പറയുന്നത് 76% മുകളിലാണ്. സെക്കൻഡ് ഗ്രേഡ് സോപ്പിന്റെ TFM എന്ന് പറയുന്നത് 70 എബോവ് ആണ്. എന്താണ്? 70 എബോവ് ആണ്. 70% എബോവ് ആണ്. തേർഡ് ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏറ്റവും താഴ്ന്ന തേർഡ് ഗ്രേഡ്
60% എബോവ് ആണ്. ഓക്കെ, 60%. ഓക്കെ, അപ്പൊ TFM എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകമാണ് ടോട്ടൽ ഫാറ്റി മാറ്റർ അല്ലെങ്കിൽ TFM എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ 76% മുകളിലായിരിക്കും, സെക്കൻഡ് ഗ്രേഡ് ആണെങ്കിൽ 70% മുകളിലായിരിക്കും, തേർഡ് ഗ്രേഡ് ആണെങ്കിൽ 60% മുകളിലായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കുക. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. എത്ര? രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ TFM 70% കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 70% കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പൊ ബാത്തിങ് സോപ്പിലും വാഷിംഗ് സോപ്പിലും അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതായിരുന്നു? ബാത്തിങ് പൊട്ടാസ്യവും വാഷിംഗ് സോഡിയവും. ബാത്തിങ് സോപ്പില് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വാഷിംഗ് സോപ്പില് സോഡിയം ഹൈഡ്രോക്സൈഡും. കൗഡങ്ങിൽ അടങ്ങിയിരിക്കുന്ന ഏതായിരുന്നു? മീഥൈൻ ആണ്. LPGയിൽ അടങ്ങിയിരിക്കുന്ന ഏതായിരുന്നു? ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര്? റിഫൈനിങ്, പാസ്ചറൈസേഷൻ, അനീലിങ്, വാനാർക്കൽ പ്രവർത്തനം. എന്താണ്? പാല് കേടാകാതെ നമ്മൾ ഉപയോഗിക്കുന്ന കവർ പാലെല്ലാം പാസ്ചറൈസ്ഡ് മിൽക്കാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ട് കാണും പാസ്ചറൈസ്ഡ് മിൽക്കാണ് അല്ലെ? പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അകത്തുള്ള ഈ സൂക്ഷ്മ ജീവികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാലാണെങ്കിൽ ഒരു 70°C ചൂടാക്കിയിട്ട് പെട്ടെന്ന് 10°C കൂളാക്കും. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം അതിൻ്റെ അകത്തുള്ള സൂക്ഷ്മ ജീവികൾക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തില്ല. എന്താണ് അത്? ആ ജെംസ് എല്ലാം കില്ലാവും. മനസ്സിലായി? ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വീടുകളിൽ വരുന്ന കവർ പാലെല്ലാം പാസ്ചറൈസ്ഡ് മിൽക്കാണ്. അപ്പൊ പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് പാസ്ചറൈസേഷൻ. മനസ്സിലായോ? അപ്പൊ ഈ ജെംസ് എല്ലാം കില്ലായി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ അത് പാല് കേടാവത്തില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ സാധാ തിളപ്പിക്കുമല്ല പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ. എന്താണ്? ചൂടാക്കിയിട്ട് പെട്ടെന്ന് കൂളാക്കും. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കാരണമാണ് ജെംസ് എല്ലാം നശിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ പാല് കേടാവാതെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? പാസ്ചറൈസേഷൻ. എന്താണ് പാസ്ചറൈസേഷൻ? നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു? സാക്കറിൻ, സോഡിയം ബെൻസോയേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം കാർബണേറ്റ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോഡിയം ബെൻസോയേറ്റ് ആണ്. ഈ ബെൻസോയേറ്റ് ഞാനൊന്ന് ഇംഗ്ലീഷിൽ എഴുതുവാണ്. ബെൻസോയേറ്റ്. 8 എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുക അല്ലെ? 8 എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളത്. അപ്പൊ 8 നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനം കേടുകൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബെൻസോയേറ്റ്. എന്താണ്? ബെൻസോയേറ്റ്. ബെൻസോയേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബെൻസോയേറ്റ്. മനസ്സിലായോ? നമ്മൾ കഴിക്കുന്ന ആഹാരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന എന്താണ് രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. ഓർത്തിരിക്കാൻ എന്താണ്? 8 കഴിക്കുക. 8. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഭക്ഷണ സാധനം കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. ഓക്കെ, ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥം. ബേക്കിംഗ് സോഡ അറിയാലോ? നമ്മൾ ഈ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സോഡാപ്പൊടി, ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഡാപ്പൊടി ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ്. കാർബണേറ്റും ബൈകാർബണേറ്റും ഒക്കെ എന്തുവാ? CO3 വരുവാണെങ്കിൽ അതിനെ നമ്മൾ കാർബണേറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ രാസനാമം ആയിരിക്കത്തില്ല, സോഡിയം ബൈകാർബണേറ്റ് എന്നൊക്കെ ആയിരിക്കും എക്സാമിന് എഴുതി ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പറയുക കേട്ടോ. കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CO3 ആണ് നമ്മൾ കാർബണേറ്റ് എന്ന് പറയുന്നത്. അത് സോഡിയത്തിന്റെ കൂടെ വരുവാണെങ്കിൽ സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യത്തിന്റെ കൂടെ വരുവാണെങ്കിൽ പൊട്ടാസ്യം. ഇപ്പൊ KCO3 ആണെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ്, NaCO3 ആണെങ്കിൽ സോഡിയം കാർബണേറ്റ്. അപ്പൊ ഈ CO3 ആണ് നമ്മൾ കാർബണേറ്റ് എന്ന് പറയുന്നത്. ഈ CO3യുടെ കൂടെ ഒരു എച്ചും കൂടെ വരുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ബൈകാർബണേറ്റ് എന്ന്. എന്താണ്? ബൈകാർബണേറ്റ്. ഓക്കെ, എക്സ്ട്രാ ഒരു എച്ചും കൂടെ വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ബൈകാർബണേറ്റ് എന്ന്. അപ്പൊ സോഡിയത്തിന്റെ കൂടെ HCO3 വന്നപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ്. അത് എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ബേക്കിംഗ് സോഡയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? സോഡിയം ബൈകാർബണേറ്റ്. ഇനി വാഷിംഗ് സോഡയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. എന്താണ്? വാഷിംഗ് സോഡയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? അപ്പൊ 2 ക്വസ്റ്റ്യൻ ഇവിടുന്ന് തന്നെ പഠിച്ചോണ്ട് പോകണം. ഇത് സോഡിയം കാർബണേറ്റ്. എച്ച് ഇല്ലല്ലോ ഇവിടെ. എച്ച് ഇല്ലാത്തപ്പോഴത്തേക്കും കാർബണേറ്റ് എന്നാ പറയുന്നത്. ഇവിടെ ആണെങ്കിൽ എച്ച് ഉള്ളത് കൊണ്ട് സോഡിയം ബൈകാർബണേറ്റ്. ഈ രാസനാമം ആയിരിക്കത്തില്ല, ചിലപ്പോൾ എഴുതിയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഓർത്തോണം,
ബേക്കിംഗ് സോഡയിൽ NaHCO3 സോഡിയം ബൈകാർബണേറ്റും വാഷിംഗ് സോഡയിൽ Na2CO3 സോഡിയം കാർബണേറ്റും ആണ്. ഓക്കെ, എന്താണ് ബേക്കിംഗ് സോഡയില് എന്താണ് സോഡിയം ബേക്കിംഗ് ബൈകാർബണേറ്റ് അങ്ങനെ ഓർത്താൽ മതി. ബേക്കിംഗ് സോഡിയം ബേക്കിംഗ് സോഡയിൽ സോഡിയം ബൈകാർബണേറ്റും വാഷിംഗ് സോഡയിൽ സോഡിയം കാർബണേറ്റും ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഞ്ചസാരയിലെ ഘടകം നമ്മൾ C6H12 ഓയിലാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പഞ്ചസാരയിലെ ഘടക മൂലകം എന്ന് പറയുന്നത് C12H22O11. ഇതാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര. അപ്പൊ ഇതില് സി ഇങ്ങനെ ഓർത്താൽ മതി, CHO എന്ന് ഓർത്താൽ മതി. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതാണ് 3 പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. ഓക്കെ, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. CHO എന്ന് ഓർത്താൽ മതി, CHO. ഇനി നമ്മൾ കഴിക്കുന്ന ഓരോ സാധനത്തിലും ഓരോ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ആ പഞ്ചസാരയുടെ ഒക്കെ പേര് സ്ഥിരം എക്സാമിന് ചോദിക്കാറുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ. നോക്കിക്കേ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഞാൻ ജസ്റ്റ് ഒന്ന് ഷുഗർ എഴുതുവാണേ. ഇത് സ്ഥിര എക്സാമിന് ചോദിക്കാറുണ്ടല്ലോ, ഉള്ളതാണ്. ഇത് ജസ്റ്റ് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോവാം, ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര നമ്മൾ ഷുഗർ എന്നല്ലേ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഷുഗർ എഴുതിയ ഷുഗർ നിത്യജീവിതത്തിലെ പഞ്ചസാരയ്ക്ക് പറയുന്ന പേരാണ് സൂക്രോസ്. എന്താണ്? സൂക്രോസ്. നിത്യജീവിതത്തിലെ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയ്ക്ക് പറയുന്ന പേരെന്താണ്? സൂക്രോസ്. ഓക്കെ, അപ്പൊ ഈ ഷുഗർ ഓർത്താൽ മതി. ഷുഗർ, സൂക്രോസ്. ഓക്കെ, ഇനി നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫ്രക്ടോസ്. എന്താണ്? ഫ്രക്ടോസ്. FR. അപ്പൊ ഷുഗറിൽ അടങ്ങിയിരിക്കുന്ന സൂക്രോസ്, ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്നത് ഫ്രക്ടോസ്. FR. ഓക്കെ, ഇനി അടുത്തത് മിൽക്കിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പം ലാക്ടോസ്. ഈ പാൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ലാക്ടോജൻ. ലാക്ടോ എന്ന് പറയുന്ന വേർഡ് തന്നെ മിൽക്കുമായിട്ട് ബന്ധപ്പെട്ടത് അറിയാലോ. ലാക്ടോജൻ, പാൽപ്പൊടിയൊക്കെ കേട്ടിട്ടില്ല. അപ്പൊ മിൽക്ക് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ പേരെന്താണ്? ലാക്ടോസ്. ഓക്കെ, അടുത്തത് ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. എന്താണ്? ബ്ലഡിൽ അങ്ങനെ ഓർത്താൽ മതി. അല്ലെങ്കിൽ ഓർത്താൽ മതി ബ്ലഡ് കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് ക്ഷീണം വരും, അപ്പൊ നമുക്ക് എന്ത് ഗ്ലൂക്കോസ് വരും, ഇല്ലേ? അങ്ങനെ ഓർത്താൽ മതി. അല്ലെങ്കിൽ എന്ന് ഓർത്താൽ മതി. ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയ്ക്ക് പറയുന്ന പേരാണ് ഗ്ലൂക്കോസ്. ഓക്കെ, ഷുഗറിൽ അടങ്ങിയിരിക്കുന്ന സൂക്രോസ്, ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്നത് ഫ്രക്ടോസ്, മിൽക്കിൽ അടങ്ങിയിരിക്കുന്നത് ലാക്ടോസ്, ബ്ലഡിൽ അടങ്ങിയിരിക്കുന്നത് ഗ്ലൂക്കോസ്. ഇനി ഒരെണ്ണം കൂടെ ചോദിക്കാറുണ്ട്, സ്റ്റാർച്ച് എന്ന് പറഞ്ഞ അന്നജം ഞാൻ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യന് കണ്ടായിരുന്നു. അന്നജത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് മാൾട്ടോസ് ആണ്. ഇതെങ്ങനെ ഓർത്തിരിക്കാം? മാൾട്ടോസ്. സ്റ്റാർ മാജിക് കൊടുത്താൽ മതി. സ്റ്റാർ മാജിക് ഇല്ല പരിപാടി, അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. സ്റ്റാർ മാജിക്. ഓക്കെ, ഇപ്പൊ സ്റ്റാർച്ചിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? മാൾട്ടോസ്. അപ്പൊ ഇത് ഇത്രയും ക്ലിയർ ആയോ എന്ന് നോക്കിക്കേ. അപ്പൊ ഇത് ഇത്രയും എന്താണ്? പഞ്ചസാരയാണ്. ഓരോ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ പേരാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാണ്? എക്സാമിന് ചോദിക്കാറുണ്ട്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാണ്? സൂക്രോസ് ആണ് കേട്ടോ. സൂക്രോസ്. ഷുഗർ, സൂക്രോസ്. ഫ്രൂട്ട്സിൽ, പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഫ്രക്ടോസ്, മിൽക്ക്, പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്, ബ്ലഡ്, രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, അന്നജത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര മാൾട്ടോസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നോക്കിക്കേ പിന്നെ ആൻസർ. ഓക്കെ, ബബിൾ ഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏത്? ബബിൾ ഗം അറിയാലോ. ബബിൾ ഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏത്? പോളിവിനൈൽ അസറ്റേറ്റ്, ബേക്ക്ലൈറ്റ്, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ. ഏതായിരിക്കും? പോളിവിനൈൽ അസറ്റേറ്റ് ആയിരിക്കും. പോളിവിനൈൽ അസറ്റേറ്റ്. അത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കും? ഈ ബബിൾ ഗം ചിലർക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര അഡിക്റ്റീവ് അല്ലേ? അപ്പൊ നമുക്കൊരു കോഡ് എഴുതാം. ബബിൾ ഗം വെരി അഡിക്റ്റീവ്. ബബിൾ ഗം ഭയങ്കര അഡിക്റ്റീവ് അല്ലേ? ബബിൾ ഗം വെരി അഡിക്റ്റീവ്. അപ്പം ബബിൾ ഗമ്മില് വിനൈൽ
അസറ്റേറ്റ്, വിനൈൽ അസറ്റേറ്റ്. ഓക്കെ, പോളി വിനൈൽ അസറ്റേറ്റ്. ബബിൾഗം എന്താണ്, ഭയങ്കര അഡിക്റ്റീവ് അല്ലേ, ബബിൾഗം വെരി അഡിക്റ്റീവ്. അപ്പം ബബിൾഗമില് വിനൈൽ അസറ്റേറ്റ്, വിനൈൽ അസറ്റേറ്റ്. ബബിൾഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്, വിനൈൽ അസറ്റേറ്റ്. ബബിൾഗം വെരി അഡിക്റ്റീവ്. ഓക്കെ, ക്ലിയർ ആയാലും ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ബബിൾഗം വെരി അഡിക്റ്റീവ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ, ബേക്ക്ലൈറ്റ്, പോളിത്തീന്, പോളിവിനൈൽ ക്ലോറൈഡ്. ഏതായിരിക്കും? നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഭയങ്കര പൈസ ചെലവല്ലേ, അപ്പൊ ഭയങ്കര ലോൺ ഒക്കെ എടുത്തായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ നൈലോൺ, ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. നൈലോൺ, നൈലോൺ ആണ് എന്തെന്ന് പറയുന്നത്, നൈലോൺ ആണ് എന്തെന്ന് പറയുന്നത്, നൈലോൺ ആണ് എന്തെന്ന് പറയുന്നത് ആദ്യത്തെ കൃത്രിമ നൂൽത്തരം. സത്യം പറഞ്ഞ ഈ നൈലോൺ എന്ന് പറഞ്ഞ പേര് വന്നത്, ഈ നൈലോൺ ആദ്യമായിട്ട് വിറ്റഴിക്കപ്പെട്ടത് ന്യൂയോർക്കിലും ലണ്ടനിലും. അത് അങ്ങനെയാണ് NY ന്യൂയോർക്ക്, ലണ്ടൻ, NY ലണ്ടൻ എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞത്, ആദ്യമായിട്ട് കൃത്രിമ നൂൽത്തരം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഭയങ്കര പൈസ ചിലപ്പോൾ ലോൺ എടുത്തു. നൈലോൺ, നൈലോൺ. ഓക്കെ, അപ്പൊ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഏതാണ്? നൈലോൺ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം. തെർമോ പ്ലാസ്റ്റിക്. എന്ത് ഈ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാല്, പ്ലാസ്റ്റിക്കിനെ നമ്മൾ 2 തരമായിട്ട് തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാല്, തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. എന്താണ്? തെർമോ പ്ലാസ്റ്റിക്, തെർമോ പ്ലാസ്റ്റിക് ഉണ്ട്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട് കേട്ടോ. 2 തരമുണ്ട്. എന്ത് ഈ തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാല്, തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാല് നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കിന് ഇത് എന്ത് ചെയ്യും, സോഫ്റ്റ് ആവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് റീസൈക്കിൾ ചെയ്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ രൂപത്തിൽ കൊണ്ടുപോകാൻ തെർമോ പ്ലാസ്റ്റിക്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അത് സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കും. തെർമോ സെറ്റിംഗ്, ചൂടാക്കി കഴിഞ്ഞാൽ അതങ്ങ് സെറ്റ് ആയിട്ടാക്കിയിരിക്കും. പിന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീസൈക്കിൾ ചെയ്ത് വേറെ രൂപത്തിലൊന്നും ആക്കാൻ പറ്റില്ല. അതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പം പ്ലാസ്റ്റിക്കിനെ നമ്മൾ 2 തരമായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. അങ്ങനെയും ചോദിക്കാറുണ്ട്. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഏതാണെന്നും പറ്റാത്ത പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിക്കുന്നത്. റീയൂസ് ചെയ്യാൻ പറ്റുന്നത് തെർമോ പ്ലാസ്റ്റിക്കും, റീയൂസ് ചെയ്യാൻ പറ്റാത്തത് സെറ്റ് ആയിട്ട് അത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പൊ ഏതാണ് തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം? ഏതാണ്? PVC ആണ്. തെർമോ പ്ലാസ്റ്റിക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ചൂടാക്കിയിട്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഏതാണ്? PVC ആണ് തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചക്രമണം ചെയ്തുണ്ടാക്കിയ വസ്തു ഏത്? പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചക്രമണം എന്ന് പറഞ്ഞാല് റീസൈക്കിൾ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ഏതാന്ന് ചോദിച്ചാൽ പോളി ബ്ലെൻഡ് ആണ്. പോളി ബ്ലെൻഡ്, പോളി ബ്ലെൻഡ്. എന്തോ ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ, പോളി ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീണ്ടും എന്താണ് ഇങ്ങനെ കൂട്ടിച്ചേർത്ത്, ബ്ലെൻഡ് മീൻസ് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നല്ലേ. അപ്പൊ പോളി ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ പുനഃചക്രമണം ചെയ്ത് നമുക്ക് വീണ്ടും എന്താൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. നമുക്ക് പുനഃചക്രമണം ചെയ്ത് ഉണ്ടാക്കിയ പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചക്രമണം ചെയ്ത് ഉണ്ടാക്കിയ വസ്തു ഏതാണ്? പോളി ബ്ലെൻഡ് ആണ്. ഓർത്തിരിക്കാൻ വേണ്ടി ബ്ലെൻഡ് ചെയ്ത് ഓർത്താൽ മതി. ബ്ലെൻഡ് ചെയ്ത് വീണ്ടും ഉണ്ടാക്കിയെന്ന് ഓർത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്ത്? കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ്. മഞ്ഞ. അതെങ്ങനെയും ഓർത്തിരിക്കുക. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം ഏതാണ്? മഞ്ഞ. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം മഞ്ഞ. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം മഞ്ഞ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു ജല തന്മാത്രയിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ജല തന്മാത്രയുടെ പേര് നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? H2O അല്ലേ? H2 അല്ലെ ജല തന്മാത്ര. ഇതിന്റെ അകത്ത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലെ? 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പൊ മൊത്തം എത്ര ഉണ്ട്? 3 എണ്ണം. അപ്പൊ ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ് അല്ലേ? ഓപ്ഷൻ C.
മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയുക, അടുത്ത വീഡിയോയിൽ റെഡി ആക്കാം കേട്ടോ. ജലത്തിലെ ഘടക മൂലകങ്ങൾ ഏത്? ജലം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, H2O ആണ്. അപ്പൊ അതിന്റെ അകത്ത് മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? എവിടെയാണ് ഹൈഡ്രജൻ? നൈട്രജൻ അല്ല. നൈട്രജൻ ഓക്സിജൻ അല്ല. ഹൈഡ്രജൻ ഓക്സിജൻ ആണ്. ക്ലിയർ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ H2 ആണെന്ന് അറിയാലോ, ജലം എന്ന് പറയുന്നത് H2 ആണെന്ന് അറിയാലോ. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിൽ, അത് ശ്രദ്ധിച്ചോണം, അറ്റോമിക് മാസിലുള്ള അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. H2O എന്ന് പറഞ്ഞിട്ട് 2:2, സാധാരണ എന്തായാലും H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും, 2:1 എഴുതി വെക്കരുത്. 2:1 കൊണ്ട് ഓപ്ഷനിലുണ്ട്, എഴുതി വെക്കരുത്. നോക്കിക്കേ ഏതാണെന്ന്. അറ്റോമിക് മാസിലുള്ള അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റോമിക് മാസിലുള്ള അനുപാതം. അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്താണ്? H2O. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. അല്ല സോറി, അതെ, അതായത് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8, അതിന്റെ ഒപ്പം ഏകദേശം ഇരട്ടി ആയിട്ടാണ് വരുന്നത് അറ്റോമിക് മാസ്. അപ്പൊ ഈ അറ്റോമിക് മാസ് 1-2 എണ്ണത്തിനെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര വരും? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 1 × 2. എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? 16 × 1, 16 തന്നെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? 2:16 അല്ലെ? 2:16. 2:16 ഓപ്ഷന് കാണത്തില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലസ്റ്റ് റേഷ്യോയിലാക്കണം, വെട്ടിച്ചെറുതാക്കണം. 2:16 എന്ന് പറഞ്ഞാൽ എന്താണ്? 1:8 ആണ്. മനസ്സിലായോ? അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1:8 ആണ്. 1:8. ക്ലിയർ ആയല്ലോ? 1:8 ക്ലിയർ ആയല്ലോ? 2 നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് 2:1 ഓപ്ഷന് കൊടുക്കും. അറ്റോമിക് മാസ് ശ്രദ്ധിച്ചു കേട്ടോ, അറ്റോമിക് മാസിലുള്ള അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെ എഴുതുന്നത് ഒന്നുകൂടെ നോക്കിക്കേ. H2O ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് 1 × 2. ഇപ്പൊ ടോട്ടൽ 2. ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. 1 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ 16 × 1, 16. അപ്പം 2:16 ആണ് നമ്മുടെ റേഷ്യോ. അത് നമ്മൾ വെട്ടി ചെറുതാക്കിയിട്ട് നമുക്ക് 1:8 തന്നെ എഴുതാം. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഖനജലത്തിന്റെ രാസസൂത്രം ഏത്? എന്ത് ഖനജലം? ജലം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഖനജലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവി വാട്ടർ എന്ന് കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ഹെവി വാട്ടർ. എന്താ ഈ ജലത്തിന് എങ്ങനെ ഈ വേറെ പേരുകളൊക്കെ വരുന്നേ? ഒന്ന് നോക്കാം. നോക്കിക്കേ, സാധാ ജലത്തിനെയാണ് നമ്മൾ H2O എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജൻ ഓക്സിജന്റെ കൂടെ ചേർന്നുണ്ടാവുന്നതാണ് നമ്മുടെ വാട്ടർ അല്ലെ? സാധാ H2O. ഈ ഹൈഡ്രജന് കുറെ ഐസോടോപ്പ് ഉണ്ട്. എന്ത് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും വരുന്ന മൂലകങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജന് മൊത്തം 3 ഐസോടോപ്പ് ആണുള്ളത്. അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഹൈഡ്രജന്റെ ഐസോടോപ്സ് അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പ്രോട്ടിയം എന്ന് പറയും. എന്താണ്? പ്രോട്ടിയം. ഇതിനെ നമ്മൾ ഡ്യൂറ്റീരിയം എന്ന് പറയും. എന്താണ്? ഡ്യൂറ്റീരിയം. ഇതിനെ നമ്മൾ ട്രിഷ്യം എന്ന് പറയും. ട്രിഷ്യം. ഒരു മാസ് നമ്പർ അറ്റോമിക് നമ്പർ 1 മാസ് നമ്പർ 1 ആണെങ്കിൽ അത് പ്രോട്ടിയം. അറ്റോമിക് നമ്പർ 1 മാസ് നമ്പർ 2 ആണെങ്കിൽ ഡ്യൂറ്റീരിയം. അങ്ങനെ ഓർത്താൽ മതി. അറ്റോമിക് നമ്പർ 1 മാസ് നമ്പർ 3 ആണെങ്കിൽ ട്രിഷ്യം. അപ്പൊ ഇത് 3 ആണ് ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ഹൈഡ്രജന്റെ ഐസോടോപ്പ് എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്. ഈ 3 പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഹൈഡ്രജന് പകരം ഈ ഡ്യൂറ്റീരിയം ആണ് ഓക്സിജനുമായിട്ട് ചേരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെവി വാട്ടർ അല്ലെ ഖനജലം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിന്റെ ഡ്യൂറ്റീരിയത്തിന്റെ D2O എന്ന് വരും. മനസ്സിലായോ? H2Oക്ക് പകരം ഹൈഡ്രജന് പകരം ഡ്യൂറ്റീരിയം ആണ് ഓക്സിജനുമായിട്ട് ചേരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഫോർമുല എങ്ങനെ D2O എന്ന് പറയാം. അതിനെ നമ്മൾ എന്തോ പറയുന്നത്?
ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ പഠിച്ചു. ഏതൊക്കെയാ? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. പ്രോട്ടിയം എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 1, ഡ്യൂറ്റീരിയം എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 2, ട്രിഷ്യം എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 3. അറ്റോമിക് നമ്പർ എല്ലാത്തിനും 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഐസോടോപ്പ്. അപ്പൊ ഹൈഡ്രജൻ ആണ് ഓക്സിജനുമായിട്ട് ചേരുന്നെങ്കിൽ നമുക്ക് വാട്ടർ ആണ് എന്ത് കിട്ടുന്നത്. ഇനി ഡ്യൂറ്റീരിയം ആണ് ഓക്സിജനായിട്ട് ചേരുന്നെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഹെവി വാട്ടർ D2O. ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണ്? H2O, CO2, D2O, N2O. ഏതാണ്? യെസ്, ഓപ്ഷൻ സി D2O. ക്ലിയർ? നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോഫെനിക്കോൾ എന്നാണ്. ഓപ്ഷൻ നോക്കിക്കേ. അനാൽജസിക്സ്, ആന്റിബയോട്ടിക്സ്, ആന്റിസെപ്റ്റിക്സ്, ഡിസിൻഫെക്റ്റന്റ്. എന്താണ് ക്ലോറോഫെനിക്കോൾ? നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് ആണ് ക്ലോറോഫെനിക്കോൾ. എന്താണ്? ആന്റിബയോട്ടിക്സ് ആണ് ക്ലോറോഫെനിക്കോൾ കേട്ടോ. ആന്റിബയോട്ടിക്. ക്ലോറോഫെനിക്കോൾ എന്താണ്? ക്ലോറോഫെനിക്കോൾ ആന്റിബയോട്ടിക് ആണ്. ക്ലോറോഫെനിക്കോൾ എന്താണ്? ആന്റിബയോട്ടിക് ആണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുണ്ടാവുന്ന അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. ഏതാണ്? അതായത് നമുക്കൊരു അസുഖം വരുമ്പോൾ പനി, ചുമ അങ്ങനത്തെയൊക്കെ നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് തരും. ആന്റിബയോട്ടിക് അതായത് നമ്മളുടെ ശരീരത്തിനുള്ളിലെ ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആന്റിബയോട്ടിക്. എന്നാൽ നമ്മുടെ ശരീരത്തിന് പുറത്ത്, തൊലിപ്പുറത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആന്റിസെപ്റ്റിക്. രണ്ടുകൂടെ തിരിഞ്ഞു പോലെ. അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം, ഉള്ളിൽ എന്തെങ്കിലും അസുഖത്തിനാണെങ്കിൽ അതെന്താണ്? ആന്റിബയോട്ടിക് ആണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചുമയും പനിയൊക്കെ വരുമ്പോൾ ആന്റിബയോട്ടിക് തരും. അപ്പൊ ഉള്ളിലാണെങ്കിൽ ആന്റിബയോട്ടിക്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. തൊലിപ്പുറത്താണെങ്കിൽ സെപ്റ്റിക് ആവുക എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും രോഗങ്ങളാണെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ആന്റിസെപ്റ്റിക്. ഉള്ളിലാണെങ്കിൽ ആന്റിബയോട്ടിക്, തൊലിപ്പുറത്താണെങ്കിൽ ആന്റിസെപ്റ്റിക്. ഇവിടെ നോക്കിക്കേ, ക്ഷതം, മുറിവ്, അൾസർ എന്ന് തൊലിപ്പുറത്തുണ്ടാവുന്നതാ. തൊലിപ്പുറത്തുണ്ടാവുന്ന എന്താണ്? ആന്റിസെപ്റ്റിക് ആണ്. ആന്റിസെപ്റ്റിക് ആണ്. ഓക്കെ, ആന്റിസെപ്റ്റിക്. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലുള്ള, അല്ലെ, നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായതാണ്. ശരിയായത്. ഓക്കെ, കറക്റ്റ് ഉത്തരം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ശരിയായത് ഏത്? ഒന്നാമത്തെ നോക്കേ, ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്. ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്. ബിത്തിയോനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിസെപ്റ്റിക് ആണ്. എന്തെന്ന് പറഞ്ഞാൽ ബിത്തിയോനൽ. അപ്പൊ അതെന്താണ്? ശരിയായതാണ്. സെക്വനാൽ ആന്റിസെപ്റ്റിക് ആണ്. സെക്വനാൽ എന്ന് പറയുന്ന ഒരു ട്രാങ്കുലൈസർ ആണ്. എന്താ ട്രാങ്കുലൈസർ എന്ന് പറഞ്ഞ? ട്രാങ്കുലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആന്റി ഡിപ്രഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ടെൻഷന്, ആൻസൈറ്റി അങ്ങനത്തെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആന്റി ഡിപ്രഷൻ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാങ്കുലൈസർ. അതിനൊരു എക്സാമ്പിൾ ആണ് സെക്വനാൽ. ഓക്കെ, സെക്വനാൽ എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് അല്ല. സെക്വനാൽ എന്ന് പറയുന്നത് എന്താണ്? ട്രാങ്കുലൈസർ ആണ്. അപ്പൊ ആന്റിസെപ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നത് തൊലിപ്പുറത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ, ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് ഉള്ളിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ, ആന്റി ഡിപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ട്രാങ്കുലൈസേഴ്സ് ആണ്. ട്രാങ്കുലൈസർ. അതിനൊരു എക്സാമ്പിൾ ആണ് സെക്വനാൽ. അപ്പൊ അത് തെറ്റാണ്. നോക്കിക്കേ, ഫീനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. ഫീനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. ഈ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തറ തുടയ്ക്കാനൊക്കെ, തറയിലുള്ള ജെംസിനൊക്കെ നമ്മൾ ഫീനോൾ യൂസ് ചെയ്യത്തില്ല. അതായത് നോൺ ലിവിങ് ഏരിയയിൽ അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിസിൻഫെക്റ്റന്റ്. നോൺ ലിവിങ് തിങ്സിൽ ജെംസിനെ കില്ല് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിസിൻഫെക്റ്റന്റ്. ലിവിങ് തിങ്സിൽ യൂസ് ചെയ്യുന്നതാണ് എന്താ? ആന്റിസെപ്റ്റിക്. ഓക്കെ, അപ്പൊ അത് തമ്മിൽ എന്ത് ചെയ്യണം? തിരിഞ്ഞു പോകരുത്. അപ്പൊ ഡിസിൻഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ലിവിങ് തിങ്സിൽ നമ്മൾ ജെംസിനെ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫീനോൾ അറിയാലോ, തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതെന്താണ്? ഡിസിൻഫെക്റ്റന്റ് ആണ്. അത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? 1ഉം 3ഉം ആണ് കറക്റ്റ്. അപ്പൊ 1ഉം 3ഉം കറക്റ്റ് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, ഏകദേശം ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ PYQs കഴിഞ്ഞു. അപ്പൊ PYQs എല്ലാം ജസ്റ്റ് ഒന്നുകൂടെ ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥെയിന്, LPGയുടെ ഫുൾ ഫോം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, LPGയുടെ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ബ്യൂട്ടൈന്,
പിന്നെ നമ്മൾ എന്തായിരുന്നു സോപ്പിനെ പറ്റി പറഞ്ഞു. എന്താണ്? എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയുമായി ചേർന്നുണ്ടാവുന്ന ലവണത്തെ നമ്മൾ പറയുന്നതാണ് സോപ്പ്. സോപ്പിൽ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉപോൽപ്പന്നമായിട്ട് എന്തുണ്ടാവുന്നു? ഗ്ലിസറിൻ ഉണ്ടാവുന്നു. സോപ്പ് ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്നതാണ് സാപ്പോണിഫിക്കേഷന്. പിന്നെ എന്താണ് പറഞ്ഞത്? സോപ്പിനെ ഗ്ലിസറിനെ സോപ്പിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്യുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് സോൾട്ടിങ് ഔട്ട്. ഓക്കെ, പിന്നെ എന്താണ്? ബാത്തിങ് പൊട്ടാസ്യവും വാഷിംഗ് സോഡിയം. ബാത്തിങ് പൊട്ടാസ്യം കുളിക്കാനും പോയി, സോഡിയം നനയ്ക്കാനും പോയി. അപ്പൊ ബാത്തിങ് സോപ്പിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ബബിൾ ഗമിന്റെ കാര്യം എന്തായിരുന്നു? നമ്മൾ ബബിൾ ഗമ്മിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതായിരുന്നു? ബബിൾ ഗം വെരി എന്താണ്? അഡിക്റ്റീവ്. ബബിൾഗം വെരി അഡിക്റ്റീവ്. അപ്പൊ വിനൈൽ അസറ്റേറ്റ്. ബബിൾഗമിൽ അടങ്ങിയിരിക്കുന്ന എന്തായിരുന്നു? വിനൈൽ അസറ്റേറ്റ് ആയിരുന്നു. ബബിൾഗമിൽ അടങ്ങിയിരിക്കുന്ന എന്തായിരുന്നു? വിനൈൽ അസറ്റേറ്റ് ആയിരുന്നു. ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം കേടുകൂടാതെ കേടുകൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന രാസവസ്തു ഏതായിരുന്നു? സോഡിയം ബെൻസോയേറ്റ്. 8 വരുമ്പോൾ ഓർത്താൽ മതി. സോഡിയം ബെൻസോയേറ്റ് ആയിരുന്നു. പിന്നെന്താണ്? അത്രയല്ലേ ഉള്ളായിരുന്നു. പിന്നെ പുനഃചക്രണം ചെയ്യാൻ കഴിയുന്നത് പോളിബ്ലെൻഡ്. അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, പോളിബ്ലെൻഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ എന്തൊക്കെ? ഇത്രയല്ലേ ഉള്ളത്. ഓക്കെ, നോക്കിക്കേ. നൈലോൺ. ആദ്യത്തെ കൃത്രിമ നൂൽത്തരം എന്തായിരുന്നു? നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കിന് എന്താണ്? ലോൺ എടുത്തിട്ടാണ്. അപ്പൊ നൈലോൺ. ഇവിടെ നോക്കിക്കേ, നൈലോൺ എന്ന് പറഞ്ഞ പേര് പറഞ്ഞ എങ്ങനെയായിരുന്നു? നൈലോൺ ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ സ്ഥലങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടത് കൊണ്ടാണ് എന്താണ് നൈലോൺ എന്ന് പറഞ്ഞ പേര് വന്നത് അല്ലേ? ഓക്കെ, പിന്നെ അർദ്ധ കൃത്രിമ നൂൽത്തരവും ചോദിക്കാറുണ്ട്. റയോൺ ആണ്. അർദ്ധ കൃത്രിമ നൂൽത്തരം ഏതാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അതേതാണ്? റയോൺ ആണ് കേട്ടോ. അർദ്ധ കൃത്രിമ നൂൽത്തരം ഏതാണ്? റയോൺ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കിക്കേ. റബ്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബർ ഒരു പോളിമർ ആണ്. ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഒരു റബ്ബറും പ്ലാസ്റ്റിക്കും എല്ലാം പോളിമർ ആണ്. ഇലാസ്റ്റിക് സ്വഭാവമുള്ള പോളിമർ ഏതാണെന്ന് ചോദിച്ചാൽ അത് റബ്ബർ ആണ്. ഇലാസ്റ്റിക് സ്വഭാവമുള്ള പോളിമർ ഏതാണ്? റബ്ബർ ആണ്. ഈ കുറെ മോണോമർ കൂടി ചേർന്നാണ് പോളിമർ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ മാലയുടെ കുറെ മുത്തുകൾ ചേർന്നല്ലേ ഒരു മാല ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കുറെ മോണോമേഴ്സ് കൂടി ചേർന്നാണ് പോളിമർ ഉണ്ടാകുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചാൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മോണോമേഴ്സ് കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? പോളിമേഴ്സ് ഉണ്ടാകുന്നത്. മോണോമേഴ്സ് കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? പോളിമർ ഉണ്ടാവുന്നത്. ഇനി ഈ റബ്ബറിന്റെ മോണോമർ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഐസോപ്രീൻ എന്ന മോണോമർ ആണ് റബ്ബറിന് ഉണ്ടാക്കുന്നത്. ഓക്കെ, റബ്ബറിന് യൂസ് ചെയ്യും. ഐസോപ്രീൻ എന്ന് പറഞ്ഞ മോണോമർ കൂടി ചേർന്നാണ് റബ്ബറിന് പറയുന്ന പോളിമർ ഉണ്ടാവുന്നത്. ഓക്കെ, മോണോമർ കൂടി ചേർന്നാണ് പോളിമർ ഉണ്ടാവുന്നത്. റബ്ബറിന്റെ മോണോമറിന്റെ പേര് എന്താണ്? ഐസോപ്രീൻ. അതുപോലെ തന്നെ ഇലാസ്റ്റിക് സ്വഭാവമുള്ള പോളിമർ ഏതാണ്? റബ്ബറാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇപ്പം പ്ലാസ്റ്റിക് ചരിത്രം. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് ഗ്രീക്ക് വേർഡായ പ്ലാസ്റ്റിക്കോസിൽ നിന്നാണ്. പ്ലാസ്റ്റിക്കോസ് അത് ചോദിക്കാറുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്ന് എടുത്തിട്ടുള്ള? ഗ്രീക്ക് വേർഡായ പ്ലാസ്റ്റിക്കോസ്. പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? രൂപമാറ്റം ചെയ്യാൻ പറ്റുന്നത്. പ്ലാസ്റ്റിക് നമുക്ക് രൂപമാറ്റം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ രൂപമാറ്റം ചെയ്യാൻ പറ്റുന്നത് എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് എന്ത് വരുന്നത്? പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് വന്നത്. ഈ പ്ലാസ്റ്റിക് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാന്ന് ചോദിക്കാറുണ്ട്. ബേക്ക്ലൈറ്റ് ആണ്. ആദ്യ കൃത്രിമ നൂൽത്തരം ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? നൈലോൺ ആയിരുന്നു അല്ലെ? ആദ്യത്തെ കൃത്രിമ നൂൽത്തരം നമ്മൾ മുമ്പ് പഠിച്ചത് നൈലോൺ ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്ക്ലൈറ്റ് ആണ്. അത് നിർമ്മിച്ച ആളുടെ പേരും ചോദിക്കാറുണ്ട്. ലിയോ ബേക്ക്ലാൻഡ് ആണ്. ലിയോ ബേക്ക്ലാൻഡ്. അപ്പൊ ആ സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിക്കിന് ആ പേര് വന്നത്. ലിയോ ബേക്ക്ലാൻഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് കൃത്രിമമായിട്ടുള്ള പ്ലാസ്റ്റിക് നിർമ്മിച്ചത്. ആ കൃത്രിമ പ്ലാസ്റ്റിക്കിന്റെ പേരെന്താണ്? ബേക്ക്ലൈറ്റ് ആണ്. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഗ്രീക്ക് വേർഡായ പ്ലാസ്റ്റിക്കോസിൽ നിന്നാണ് എന്ത് വന്നത്? പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വേർഡ് വന്നത്. അതിന് അർത്ഥം എന്താണ്? രൂപമാറ്റം ചെയ്യാൻ പറ്റുന്നതെന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കിക്കേ. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഇല്ലേ? തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചൂടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും, പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഞാൻ എന്താ പറയുന്നത്? സെറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടിരിക്കും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ തെർമോപ്ലാസ്റ്റിക്കിന്റെയും തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കിന്റെയും ഒരു ഘടന ഇവിടെ തന്നേക്കുന്നത് നോക്കിക്കേ. ഇത് മോണോമേഴ്സ്. ഈ ബ്ലൂ ബാറിൽ കാണുന്നത് മോണോമേഴ്സ്. ഈ മോണോമേഴ്സ് നേർരേഖയിൽ നമ്മൾ ജോയിൻ ചെയ്യിക്കുവാണെങ്കിൽ അതാണ് തെർമോപ്ലാസ്റ്റിക്. മനസ്സിലായോ? പ്ലാസ്റ്റിക്കിന്റെ ഘടന എങ്ങനെയാണ്? ലീനിയർ പോളിമർ ആണ്. അത് ഓർത്തിരിക്കുക. തെർമോപ്ലാസ്റ്റിക് ലീനിയർ പോളിമർ ആണ്. അതായത് മോണോമേഴ്സ് നേർരേഖയിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്നതാണ് തെർമോപ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആണ്. ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോമേഴ്സ് ഇങ്ങനെ ക്രോസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
അപ്പൊ ലീനിയർ പോളിമറും ഉണ്ട്, ക്രോസ് ലിങ്ക്ഡ് പോളിമറും ഉണ്ട്. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലീനിയർ പോളിമറും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് പോളിമറും. ഓക്കെ, ഇത് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും നമ്മൾ 2-3 തവണ പറഞ്ഞു. അതിന്റെ ഉദാഹരണവും ഉപയോഗങ്ങളുമാണ് ഇത്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, പോളിത്തീനും പോളിവിനൈൽ PVC എന്താണ്, തെർമോപ്ലാസ്റ്റിക് ആണ്. ബേക്ക്ലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡും എന്താണ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താണ് തെർമോപ്ലാസ്റ്റിക് എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നുള്ളതിന് ജസ്റ്റ് ഒരു നോട്ടാണ്. എന്തായിരുന്നു, ചൂടാക്കുമ്പോൾ റീസൈക്കിൾ പിന്നെ ചൂടാക്കിയിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തെർമോപ്ലാസ്റ്റിക്, പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്തത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഓക്കെ, ഇനി നോക്കിക്കേ, 4R ശീലിക്കുക. എന്തോ 4R എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 4R നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ 4R ശീലിക്കണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ്യൂസ് ഉപയോഗം നമ്മൾ കുറയ്ക്കണം, റീയൂസ് ഉപയോഗിച്ചവ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഉപയോഗിക്കണം, റെഫ്യൂസ് നമ്മൾ നൽകാതിരിക്കുക, ആരെങ്കിലും ഇനി തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കാതെ ഇരിക്കുക, റീസൈക്കിൾ ചെയ്യാന്ന് പറഞ്ഞത് വീണ്ടും നമ്മൾ പുനഃചക്രമണം ചെയ്ത് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്ത് ഓർക്കുക. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ, കൗടങ്ങിൽ അടങ്ങിയിരിക്കുന്നത് മീഥേന്, പിന്നെ ഗോബർ ഗ്യാസ്, കൗടങ്ങിൽ നിന്നുണ്ടാകുന്ന ബയോഗ്യാസ് ആണ് ഗോബർ ഗ്യാസ്. അതിൽ അടങ്ങിയിരിക്കുന്നത് മീഥെയിൻ ആണ്. LPGയുടെ ഫുൾ ഫോം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതിൽ അടങ്ങിയിരിക്കുന്നത് ബ്യൂട്ടൈൻ ആണ്. സോപ്പിന്റെ കാര്യം പറഞ്ഞു, എന്താണ്, എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയുമായിട്ട് ചേർന്നുണ്ടാവുന്നതാണ് സോപ്പ്, അല്ലെ? സോപ്പിന് കൂടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഗ്ലിസറിൻ ആണ്. സോപ്പ് ഉണ്ടാകുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്നത് സാപ്പോണിഫിക്കേഷൻ ആണ്. സോപ്പിനെ ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഉപ്പ് ആഡ് ചെയ്യും, അതായത് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്നത് സോൾട്ടിങ് ഔട്ട് എന്നാണ്. ബബിൾ ഗമ്മിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്, പോളിവിനൈൽ അസറ്റേറ്റ് ആണ്. നമ്മൾ എന്താണ് കോഡ് പറഞ്ഞത്, ബബിൾ ഗം വെരി അഡിക്റ്റീവ്, അല്ലെ? അപ്പം വിനൈൽ അസറ്റേറ്റ് ആണ്. പിന്നെ നമ്മൾ എന്താണ്, പോളിമേഴ്സ്, ആദ്യത്തെ കൃത്രിമ നൂൽത്തരം നൈലോൺ ആണ്. അർദ്ധ കൃത്രിമ നൂൽത്തരം റയോൺ ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്ക്ലൈറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്.